പാമ്പുകളെന്ന് പറയുമ്പോൾ ശീതരക്തമുള്ള ഉരകങ്ങളാണ്, കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. അപ്പോൾ അവർക്ക് ഈ ചൂട് ഒട്ടും താങ്ങാൻ പറ്റാത്തവരാണ്. അപ്പോൾ ഇത്രയും ചൂടിങ്ങനെ കൂടും, മണ്ണ് ചൂടാവുന്നു, കല്ലുകെട്ടുകൾക്കുള്ളിലാണ് ഇരിക്കുന്നത്, കരിങ്കല്ലൊക്കെ ചൂടാവുന്നു. അപ്പോൾ അതിനകത്തിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ചെയ്യുന്നത്. പാമ്പുകളുടെ ശരിക്കും ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വനങ്ങളല്ല, വനങ്ങളിൽ മാത്രമല്ല പാമ്പിനെ കാണുന്നത്, നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ഓരോ മനുഷ്യനും താമസിക്കുന്ന നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ചുറ്റും പാമ്പുകളുണ്ട്. കാലുകൊണ്ട് തറയിലമർത്തി ചവിട്ടി നടക്കണം, അപ്പോൾ പാമ്പ് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ശബ്ദം അത് സെൻസ് ചെയ്യുന്നു, അത് പോകുന്നതാണ്. ഇവർ പൂർണ്ണമായും കൈയും കാലും ഒന്നുമില്ലാതെ തല ഉൾപ്പെടെ ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്ന ജീവികളാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. ഭൂമിയിൽ കാല് പതിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്പന്ദനം, ആ ഒരു തരംഗം, അതാണ് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആണ് അവർ പെട്ടെന്ന് പത്തിയെടുത്ത് വിടർത്തി നിൽക്കും. ഞാനിവിടെ എൻ്റെ ഒരു പ്രസൻസ്, ഞാനിവിടെ ഉണ്ട് എന്നുള്ളൊരു അത് അറിയിക്കാൻ വേണ്ടി നിൽക്കുക, അല്ലാതെ പെട്ടെന്ന് കയറി ബൈറ്റ് ചെയ്യുമൊന്നുമില്ല. അത് അതിൻ്റെ വഴിക്കങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, നമ്മളെ ഉപദ്രവിക്കാനോ ഒന്നും വരുന്നില്ല. പക്ഷെ ആണലി അതിൻ്റെ വേറൊരു നേച്ചറാണ്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അറിയിച്ചാൽ വനം വകുപ്പ് സജ്ജരാണ്. ഞങ്ങൾക്ക് കേരളത്തിൽ ഏകദേശം 4000-ഓളം 3500-ലധികം ലൈസൻസ്ഡ് വോളണ്ടിയേഴ്സ് ഉണ്ട്. നമ്മുടെ സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്, സർക്കാരിൻ്റെ വനം വകുപ്പുമായി ചേർന്നിട്ടുള്ള സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ 108 വിളിക്കുക എന്നുള്ളത് എല്ലാ ആൾക്കാരും അവെയറാണ്, അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ സർപ്പയുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിടണം. അതിൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റെസ്ക്യൂറിൻ്റെ നമ്പേഴ്സ് ഉണ്ട്, ആൻറ്റിവെനമുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്, പാമ്പ് വെനമസ് ചെയ്താ നോൺ വെനമസ് ചെയ്താന്നുള്ള പാമ്പുകളുടെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായി, നമ്മൾ ലൈവായിട്ട് കാണുവാണെന്നുണ്ട്, നമുക്കൊരാൾക്ക് ഒരു കടിയുണ്ടായി, എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനിടയിൽ നമ്മൾ വേറെ ഒരു കാര്യവും ചിന്തിക്കരുത്. ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ അവറാണ്. അപ്പോൾ ഈ 1 മണിക്കൂർ, ഈ ഗോൾഡൻ അവറിനുള്ളിൽ ആളിനെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൾ രക്ഷപ്പെടും. വീടുകൾക്കുള്ളിൽ ഉൾപ്പെടെ പാമ്പുകൾ കയറി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏപ്രിൽ മാസത്തിൽ തന്നെ 3 കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തു, മരണം വരെ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യമുണ്ടായി, കൊച്ചുകുട്ടിയൊക്കെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ പാമ്പുകളുടെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ നേരിടുന്നതിന് ഏത് രീതിയിലാണ് ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്, അതേക്കുറിച്ച് നമുക്ക് പ്രശസ്ത സ്നേക്ക് റെസ്ക്യൂവറായ GS രോഷിനി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം മാഡം. നമസ്കാരം. വളരെ കാലമായി കാണണം കാത്തിരിക്കുന്നു, പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് നമുക്ക് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ആദ്യം വളരെ ദുഃഖകരമായ കാഴ്ചകളാണ്, വിഷയങ്ങളാണ് ഉണ്ടാകുന്നത്, മരണമാണ് ഉണ്ടാകുന്നത്. ഈ പാമ്പുകളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ചൂട് കൂടുമ്പോൾ അത് അതിൻ്റെ മാളങ്ങളിൽ നിന്ന് പുറത്തു വരുന്നൊരു ശീലമുണ്ട്, അത് കുറേ കൂടി തണുപ്പ് തേടി വരുന്നു, അത് വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു. ഇതിനിപ്പോൾ എങ്ങനെയാണ് പ്രാഥമികമായൊരു പരിഹാരം എങ്ങനെയാണ് നമുക്ക് ചെയ്യാം? ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൂട് നമുക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. അതിങ്ങനെ കൂടി വരുവാണ്. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, പക്ഷെ മഴ പെയ്യുന്നുണ്ടെങ്കിലും ഭൂമി തണുക്കാനുള്ളൊരു മഴ പെയ്യുന്നില്ല. അപ്പോൾ അതും വീണ്ടും പ്രശ്നമാണ്. ഈ ചെറിയ രീതിയിൽ മഴ പെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ളൊരു ചൂട് വരുവാണ് ചെയ്യുന്നത്. പാമ്പുകളെന്ന് പറയുമ്പോൾ ശീതരക്തമുള്ള ഉരകങ്ങളാണ്, കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. അപ്പോൾ അവർക്ക് ഈ ചൂട് ഒട്ടും താങ്ങാൻ പറ്റാത്തവരാണ്. അപ്പോൾ അവർ അത്തരത്തിലുള്ള നനവുള്ള പ്രദേശങ്ങളിലും ഒക്കെയാണ് മാളങ്ങളിലൊക്കെ ഇവർ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചൂടിങ്ങനെ കൂടും, മണ്ണ് ചൂടാവുന്നു, കല്ലുകെട്ടുകൾക്കുള്ളിലാണ് ഇരിക്കുന്നത്, കരിങ്കല്ലൊക്കെ ചൂടാവുന്നു. അപ്പോൾ അതിനകത്തിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ പാമ്പുകളുടെ ശരിക്കും ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വനങ്ങളല്ല, വനങ്ങളിൽ മാത്രമല്ല പാമ്പിനെ കാണുന്നത്, ഉൾവനങ്ങളിലോ അല്ലെങ്കിൽ സാധാരണ നമുക്ക് ചുറ്റുമുള്ള വനങ്ങളിൽ മാത്രമല്ല പാമ്പുകളെ കാണുന്നത്. പാമ്പുകളെന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ഓരോ മനുഷ്യനും താമസിക്കുന്ന നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ചുറ്റും പാമ്പുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചൂട് കൂടുമ്പോൾ ഇവർ പുറത്തോട്ട് ഇറങ്ങി വരുവാണ് ചെയ്യുന്നത്. ആ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ശരിക്കും നമ്മുടെ വീടിനുള്ളിലേക്കായിരിക്കും തണുത്ത പ്രദേശം, സ്ഥലം നോക്കി ഇവർ കയറി വരുന്നത്. അതിപ്പോൾ നമ്മുടെ വീടാണെന്നോ അതിനുള്ളിലാണെന്നോ മനുഷ്യരാണെന്നോ എന്നും തിരിച്ചറിയാനുള്ളൊരു ബുദ്ധി എന്തായാലും അവർക്കില്ല. അപ്പോൾ അത്തരത്തിലാണ് ഇവർ ഈ ചൂട് കൂടുതലുള്ള സമയത്ത്, എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 5-6 വർഷം വരെ ആകുന്നു. ഇത്തരത്തിൽ ഒരു അനുഭവം എൻ്റെ റെസ്ക്യൂ ഇതിലും ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. കാരണം
കുഞ്ഞുങ്ങൾ 2 പേര്, 2 അമ്മമാർ, അതൊക്കെ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു വിഷമമാണ്. കാരണം നമ്മളിങ്ങനെ ഓരോ ദിവസവും ഇവരെ റെസ്ക്യൂ ചെയ്യാനും ഒരു മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ വോളണ്ടിയേഴ്സും റെസ്ക്യൂസും നമ്മളെല്ലാവരും രാത്രിയും പകലും ഇല്ലാതെ നമ്മൾ ഓടി നടക്കുന്നത്. അപ്പോൾ അതിനിടയിലും ഇത്തരത്തിൽ സംഭവം ഉണ്ടാവുന്നു, അതും വളരെ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ഉണ്ടാവുന്നു എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ വീടുകളിലൊക്കെ പണ്ട് പരമ്പരാഗതമായി നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വീടിനടുത്ത് വിറകിൻ്റെ അട്ടി കൂട്ടി വെക്കരുത്, അതുപോലെ കൽക്കെട്ട് കൂട്ടി വെക്കരുത്, ഈ ചുമരിനോട് ചാരി ഇത്തരത്തിൽ വിറക് കഷ്ണങ്ങൾ വെക്കരുത്. ഇതൊക്കെ പാമ്പിന് വീടിനകത്തേക്ക് കയറാനുള്ളൊരു വഴിയാവും എന്ന് പറയുന്നത്. അതൊരു വഴിയെന്നല്ല, അതൊരു ഷെൽട്ടറാണ് അവർക്ക്. ഇപ്പം നമ്മുടെ വീടിന് ചുറ്റും എലിയുടെ മാളങ്ങൾ, നമുക്ക് എല്ലാവരുടെയും വീടിന് ചുറ്റും ഉണ്ടാവും, എലിമാളങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ എലിമാളങ്ങൾ, പിന്നെ നമ്മളിതുപോലെ വിറക് അടുക്കി വയ്ക്കുന്നു, തൊണ്ട് വാരി കൂട്ടിയിട്ടേക്കുന്നു, കല്ലുകൾ അടുക്കി പറക്കി വെച്ചേക്കുന്നു. പിന്നെ വിറകൊക്കെ ഈ ചുവരിനോടൊക്കെ ചേർത്ത് വയ്ക്കുന്നത് അതുവഴി കയറി അകത്ത് വരാനും സാധ്യതയുണ്ട്, അതിനിടയിൽ ഒതുങ്ങി ഇരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ മഴ പെയ്ത് ചെറിയൊരു നനവായി കഴിഞ്ഞാൽ വിറകിനിടയിലൊക്കെ നല്ല സുഖമാണ്, നല്ല തണുപ്പുണ്ട്, അങ്ങനെ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നെ അല്ലാത്ത സമയത്ത് ഇവർ അതിനുള്ളിൽ കയറി ഒരു ഷെൽട്ടറാണ്, ശരിക്കും അതെല്ലാം അവരുടെ ഒരു ഷെൽട്ടറാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. നമ്മളായിട്ട് അതിനൊരു ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർ അവിടെ തന്നെ പിന്നെ സ്ഥിരതാമസമായിട്ട് അങ്ങ് മാറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ഇത്തരത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു തൊണ്ടൊക്കെ ഇങ്ങനെ എന്തുവാണ് ചുവരിൽ കയറ് കെട്ടി തൂക്കിയിട്ട് അതിലിങ്ങനെ തൂക്കിയൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ കയറി ഇരിക്കാൻ പറ്റില്ല. ഇപ്പോഴൊക്കെ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചുവരിൽ കയറ് കെട്ടിയിട്ടിട്ട് അതിലിങ്ങനെ തൊണ്ടൊക്കെ തൂക്കിയിടുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നമുക്ക് മനുഷ്യർക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ ശരിക്കും സമയം കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അവർക്കൊരു കയറിയിരിക്കാനൊരു ഇരിപ്പിടം നമ്മളായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതാണ് അവർ കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ റീസെൻ്റായി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വെനമസായ പാമ്പുകളുടെ ബ്രീഡിങ് ടൈമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഹാച്ചിങ് ടൈമാണെന്നൊക്കെ പറയുന്നത്. ഈ ഹാച്ചിങ് ടൈം ആകുമ്പോൾ ഈ അണലിക്കൊക്കെ 20-30 കുട്ടികളൊക്കെ ഒരൊറ്റ പ്രസവത്തിലൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഈ പാമ്പുകളുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടോ? 20-30 അല്ല, അണലിക്ക് 60 വരെ കുഞ്ഞുങ്ങളുണ്ടാവാം. മൂർഖമാമ്പാണെങ്കിൽ അതുപോലെ 30 മുതൽ 40-50 വരെ കുഞ്ഞുങ്ങളുണ്ടാവാം, മുട്ട വിരിയാറുണ്ട്. അപ്പോൾ ശരിക്കും അത് എണ്ണ കൂടുതലാണ്. ഇപ്പോൾ മൂർഖനാണെങ്കിൽ മുട്ടയിട്ട് ചിലപ്പോൾ മുട്ട കുറേയൊക്കെ നശിച്ചു പോവാം. കാരണം ഇപ്പോൾ കാലാവസ്ഥയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നതിന്, അല്ലെങ്കിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് കുറേ മുട്ടകൾ നശിച്ചു പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾ വന്ന് മുട്ട എടുത്തുകൊണ്ട് പോയി നശിച്ചു പോവാം. അങ്ങനെയൊക്കെ കുറേ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, കുറേയൊക്കെ നശിച്ച് ബാക്കി കുറച്ചൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ അണലി അങ്ങനെയല്ലല്ലോ, അണലി പ്രസവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ 60 എണ്ണവും ഇനി പുറത്ത് വരുന്നുണ്ട്. വന്നിട്ട് ഇവരിങ്ങനെ പിരിപിരാന്നെല്ലാം 4 വഴിക്ക് പോകണം. അവരുടേതായ ഒരു ടെറിട്ടറി അവർ കിട്ടുന്നത് വരെ, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരെ ഇവരെങ്ങോട്ടാണെന്നൊരു ധാരണ ഉണ്ടാവില്ല. അവർ അങ്ങനെ അങ്ങ് പോവുകയാണ്. പിന്നെ അതിൽ ചിലപ്പോൾ ചിലത് ചേര പിടിക്കാം, അല്ലെങ്കിൽ പരുന്തെടുക്കാം, അങ്ങനെ എന്തെങ്കിലും ജീവികൾ മൂങ്ങ എടുത്തിട്ട് പോവാം. അത് നമ്മുടെ ഒരു ഫുഡ് ചെയിൻ്റെ ഒരു ഇതാണ്, ഒരു ഭക്ഷ്യ ശൃംഖലയാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറേയൊക്കെ നശിച്ചു പോകുന്നുണ്ട്, ബാക്കിയെല്ലാം സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എണ്ണം പെരുകാനുള്ള കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ ഇതെല്ലാം ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഒക്ടോബർ നവംബർ മീറ്റിംഗ് സീസൺ ആയിരുന്നു. ഇപ്പോൾ ഈ മെയ് ജൂൺ എന്ന് പറയുന്നത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന സമയം. ഇപ്പോൾ ഈ വർഷത്തെ കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞ് തുടങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ കോടാലിയിൽ കുഞ്ഞിനെ ബൈറ്റുണ്ടാക്കിയത് ക്രേറ്റ്, കോമൺ ക്രേറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളിക്കെട്ടൻ, അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. അതും നമുക്ക് 5 പാമ്പ് വരെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം സെയിം ഒരേ നീളവും ഒരേ ഇതുമുള്ള, കാരണം ഏതോ ഒരു അമ്മ പാമ്പ് മുട്ടയിട്ട് വിരിഞ്ഞ് അതേ കുഞ്ഞുങ്ങളാണ്, അതിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ശരിക്കും മുട്ട വിരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന സമയമാണ്, കാരണം ഇവർക്ക് എങ്ങോട്ട് പോകണം എന്നൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അവർ കൂടുതലായിട്ട് വീടിനുള്ളിലേക്ക് കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ ഈ വനത്തിലൊക്കെ പോകുമ്പോഴും, അല്ലെങ്കിൽ അത്തരത്തിൽ രാത്രിയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ അനുഭവ സമ്പത്തുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കാലുകൊണ്ട് തറയിൽ അമർത്തി ചവിട്ടി നടക്കണം, അപ്പോൾ പാമ്പ് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ശബ്ദം അത് സെൻസ് ചെയ്യുന്നു, അത് പോകുന്നതാണ്. ഈ റീസെൻ്റായി ചില സ്ഥലങ്ങളിലൊക്കെ, ചിലയിടത്തൊക്കെ ഞാനിപ്പോൾ കാണുകയും ചെയ്തത്, ചില ഉപകരണങ്ങളൊക്കെ ഒരു ഫ്രീക്വൻസിക്ക് ഒരു കൃത്യമായ ഫ്രീക്വൻസിയിൽ ഒരു ശബ്ദം ഉണ്ടാക്കുന്നൊരു
ഉപകരണങ്ങളൊക്കെ ആ പരിസരത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര കണ്ട് പാമ്പിന് വീടിനടുത്തേക്ക് വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും? അത് ശരിക്കും പാമ്പിന് ഇപ്പോൾ നമുക്ക് നമുക്ക് ഉള്ള അവയവങ്ങളെല്ലാം പാമ്പിനുണ്ട്. കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, ഇതെല്ലാം ഉണ്ട് അവർക്ക്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം വിഷൻ കണ്ണുണ്ട്, പക്ഷേ വിഷൻ ബ്ലഡാണ്. അതിനൊരു ക്ലിയർ വിഷൻ ഇല്ല, നല്ല വ്യക്തമായ കാഴ്ചയില്ല. ഇപ്പോൾ രാജവെമ്പാലയ്ക്കൊക്കെ അത്യാവശ്യം കാഴ്ചയുണ്ട്, പക്ഷേ ബാക്കി മൂർഖൻ പാമ്പുകൾക്കൊന്നും ഒരു അത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു വിഷനില്ല, ബ്ലഡ് വിഷനാണ്. അതുപോലെ കേൾവി, ബാഹ്യകർണങ്ങൾ പാമ്പിനില്ല, ആന്തരകർണമാണുള്ളത്, ഇൻറ്റേർണൽ ഇയർ ആണുള്ളത്. ഇവർ പൂർണ്ണമായും കൈയും കാലും ഒന്നുമില്ലാതെ തല ഉൾപ്പെടെ ഭൂമിയിൽ പതിഞ്ഞ് കിടക്കുന്ന ജീവികളാണ് പാമ്പുകളെന്ന് പറയുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ പണ്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അവർക്കറിയാം കാല് ഭൂമിയിൽ പതിച്ച് നടക്കണം എന്ന് പറയാം. നമ്മൾ ആ ഭൂമിയിൽ കാല് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്പന്ദനം, ആ ഒരു തരംഗം, അതാണ് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് ചവിട്ടുമ്പോൾ ആ ഒരു ശബ്ദം, ആ ഒരു സ്പന്ദനമാണ് പെട്ടെന്ന് മൂർഖമാമ്പൊക്കെ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ആണ് അവർ പെട്ടെന്ന് പത്തിയെടുത്ത് വിടർത്തി നിൽക്കും. ഞാനിവിടെ എൻ്റെ ഒരു പ്രസൻസ്, ഞാനിവിടെ ഉണ്ട് എന്നുള്ളൊരു അത് അറിയിക്കാൻ വേണ്ടി നിൽക്കുക, അല്ലാതെ പെട്ടെന്ന് കയറി ബൈറ്റ് ചെയ്യൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ വഴിക്കങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, നമ്മളെ ഉപദ്രവിക്കാനോ ഒന്നും വരുന്നില്ല. പക്ഷെ അണലി അതിൻ്റെ വേറൊരു നേച്ചറാണ്. അടുത്തൂടെ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് ചാടിയൊന്ന് ബൈറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കിടക്കാം. അത് അണലിയുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഇവർ സെൻസ് ചെയ്യുന്നത്, അല്ലാതെ ഇവർക്ക് വ്യക്തമായൊരു കേൾവി പാമ്പുകൾക്കില്ല. അതുപോലെ ഈ മണം പിടിക്കുന്നത്, നാവ് നീട്ടിയാണ് മണം പിടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മണം ഏതെങ്കിലും രീതിയിൽ, ഇപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അരുത എന്ന് പറഞ്ഞൊരു ചെടി വീടിനടുത്തൊക്കെ വെച്ച്, അത് വസ്തുതാപരമായി അത് ശരിയാണോ എന്നറിയില്ല, അരുത തുളസിയൊക്കെ വീടിനടുത്ത് വെക്കുക, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ച് സ്പ്രെഡ് ചെയ്യുക. ഇപ്പോൾ മണ്ണെണ്ണ കിട്ടാനില്ലാത്തതുകൊണ്ട് ആൾക്കാർ ഡീസലൊക്കെയാണ് വാരി ഒഴിക്കുന്നത്. അതൊക്കെ എത്ര കണ്ട് പ്രാക്ടിക്കലാണ്? അതും ഇതുപോലെ തന്നെയാണ്. മൂക്ക്, പാമ്പുകൾക്ക് മൂക്കുണ്ട്, പക്ഷെ അവരത് ശ്വസിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് ഗന്ധം തിരിച്ചറിയാനുള്ളൊരു കഴിവില്ല. അപ്പോൾ എന്തായാലും മണ്ണെണ്ണയുടെ സ്മെല്ല് എന്തായാലും അവർക്ക് അറിയാൻ പറ്റില്ല, ഡീസലിൻ്റെ ഒന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, മണ്ണെണ്ണ, പെട്രോള്, ഡീസല്, വെളുത്തുള്ളി ചതച്ചിടുന്നത്, ഇപ്പോൾ സാർ പറഞ്ഞ അരുത എന്ന് പറയുന്ന ചെടി, സർപ്പഗന്ധി, പിന്നെ ഏതൊരു മരം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇപ്പോൾ ഇന്ന് എനിക്കൊരു ചാനലിൽ ഒരു പുള്ളി പറഞ്ഞതാണ്, ജനലിലൊക്കെ വിക്സ് തേച്ച് വെച്ച് കഴിഞ്ഞാൽ അതുവഴി കയറി വരില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ മനുഷ്യരുടെ ഒരു ഇതാണ്. അവർ ആ ഒരു കാര്യം പണ്ട് മുതലേ കേട്ട് അത് തലയ്ക്കുള്ളിൽ, ബ്രെയിനിൽ അതിങ്ങനെ പതിച്ച് വെച്ചേക്കുവാണ്, മണ്ണെണ്ണ ഒഴിച്ചാൽ വരില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ മണ്ണെണ്ണ ഒഴിച്ചോ കുഴപ്പമില്ല, കാരണം മണ്ണെണ്ണ ഒന്നാമത് കിട്ടാനില്ലാത്തൊരു സാധനമാണ്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ മണ്ണെണ്ണ സ്പ്രേ ചെയ്തോ. പക്ഷേ ഞങ്ങൾ പറയുന്ന കുറച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്, വനംവകുപ്പ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. വീടും പരിസരവും വൃത്തിയാക്കി ഇടുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ചെടികൾ നട്ട് വളർത്തുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ പരിപാലിക്കണം. ഇൻഡോർ പ്ലാന്റ്സ് ഒരുപാട് വയ്ക്കുന്നുണ്ട്, അത് സൂക്ഷിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങളിത് ചെയ്യൂ, ഇത് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് വേണമെങ്കിൽ നിങ്ങൾ മണ്ണെണ്ണ സ്പ്രേ ചെയ്തോളൂ. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, കാരണം വെക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ പ്രത്യേക ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ പ്രായമായവർ തനിച്ചുള്ള വീടുകളുണ്ട്. അത്തരത്തിലുള്ള വീടുകളിലൊക്കെ ഒരു പാമ്പ് പെട്ടെന്നൊരു ദിവസം കയറിയാൽ അത് അടിയന്തരമായി അവർ രക്ഷപ്പെടണമല്ലോ. റെസ്ക്യൂവർ വരുന്നതിന് മുമ്പ് അടിയന്തരമായി അവർ സുരക്ഷിതരാകണമല്ലോ. അത്തരത്തിൽ കുട്ടികളും പ്രായമായവരും ഈ പാമ്പ് വീട്ടിൽ കയറിയാൽ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യാനുള്ള, പെട്ടെന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുവാണ്, ലൈവായിട്ട് പാമ്പ് വരുന്നോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാമ്പ് അതും പേടിക്കും. നമ്മുടെ ഒരു പ്രസൻസ് അറിയുമ്പോൾ പാമ്പിനും ഒരു പേടിയുണ്ടാവും, നമ്മളും പേടിക്കും, നമ്മൾ രണ്ടുപേരും എന്തായാലും പേടിക്കും. അപ്പോൾ പാമ്പ് ചെയ്യുന്നത് എന്താണ്, എത്രയും പെട്ടെന്ന് സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് പോയി ഇരിക്കുക എന്നുള്ളതാണ്. അതിൽ കൂടുതൽ അതൊന്നും ചെയ്യില്ല. നമ്മളിപ്പോൾ അറിയാതെ ചവിട്ടോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ മാത്രമേ ഇത് ബൈറ്റ് ചെയ്യുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കയറി വരുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാക്സിമം എവിടെയെങ്കിലും പോയി ഒരിടത്ത് ചുരുണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളൊരു ഒരു ഒരു നിശബ്ദത ആദ്യം നമ്മൾ പാലിക്കണം. അപ്പോൾ ഇപ്പോൾ വീടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ ഇതിങ്ങനെ ഒരു പാമ്പ് വരുന്നത് കണ്ട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ തലയും കുത്തനെ വെളിയിൽ ഇറങ്ങിയങ്ങ് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാമ്പകത്ത് കയറിപ്പോയി, ഇത് പിന്നെ എങ്ങോട്ട് പോയി എന്നൊരു ധാരണ ചിലപ്പോൾ ആ വീട്ടുകാർക്ക് ഉണ്ടാവില്ല. ഇത് ചിലപ്പോൾ ഫ്രണ്ട് ഡോർ വഴിയായിരിക്കും കയറിയത്, ബാക്കിൽ ഡോറ് തുറന്ന് കിടക്കും, അല്ലെങ്കിൽ ജനൽ തുറന്ന് കിടക്കും, അതുവഴി അത് ഇറങ്ങിപ്പോവും. പക്ഷേ ഈ വീട്ടുകാർക്ക് പിന്നെ ഒരിക്കലും സമാധാനം കാണില്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് റെസ്ക്യൂറെ വിളിക്കുന്നു, ആൾ വന്ന് വീടിനകം നോക്കുന്നു, പാമ്പിനെ കാണാനില്ല. പക്ഷെ പിന്നെ ഒരിക്കലും ആ വീടിനകത്തിരുന്നാൽ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇതിനെ കാണാത്തത് കൊണ്ട്. അപ്പോൾ ചെയ്യേണ്ടത്, ഒരു പാമ്പിനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ
ആദ്യം ഒരു സംയമനം പാലിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്നൊന്ന് നിരീക്ഷിക്കണം. ഇത് എവിടെയാണ് കയറിയിരിക്കുന്നത് എന്ന് ഒന്ന് നിരീക്ഷിക്കണം. അത് എവിടെയെങ്കിലും കയറിയിരിക്കുമ്പോൾ എന്താണ് അപ്പോഴും തന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്ക്യൂവർ വന്ന് അതിനെ അവിടെ നിന്ന് സേഫായിട്ട് എടുത്ത് റെസ്ക്യൂ ചെയ്ത് മാറ്റിത്തരും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീടുകളിൽ സാധാരണഗതിയിൽ പൂച്ചയെ വളർത്താറുണ്ട്, നായയെ വളർത്താറുണ്ട്. നായയൊക്കെ പാമ്പിൽ നിന്നും പലരെയും രക്ഷിച്ച കഥകൾ നമുക്ക് നേരിട്ട് തന്നെ അറിയാവുന്നതാണ്. ഇത്തരത്തിൽ ഈ വീട്ടിലെ വളർത്തു മൃഗങ്ങളെ ഇത്തരത്തിലൊരു പ്രതിരോധം, ആന്തരിക പ്രതിരോധ സംവിധാനമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അതിൽ നായയെ മൂർഖൻ പാമ്പൊക്കെ ബൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കൊരു വളരെ വിഷമം തോന്നിയത്, ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ച മുന്നേ ഒരു അവിടെ കഴക്കൂട്ടം ഭാഗത്ത് എനിക്കൊരു കോൾ വന്നായിരുന്നു. അപ്പം ഞാനിതിങ്ങനെ പോയപ്പോൾ ഒരു വലിയ സൈസൊന്നുമില്ല, ഒരു ഇടത്തരം സൈസിലുള്ളൊരു മൂർഖൻ പാമ്പായിരുന്നു. പക്ഷെ അത് അവരുടെ വീട്ടിലെ ഷിറ്റ്സു എന്ന് പറഞ്ഞിട്ടൊരു ഇനം നായയുണ്ട്. ഒരു ചെറിയ പൊക്കം കുറഞ്ഞ ഹൈറ്റ് കുറഞ്ഞ നിറയെ രോമമുള്ളതാണ്. അപ്പോൾ പാവം അതിനെ അത് ബൈറ്റ് ചെയ്തു, അതിനെ കടിച്ചിട്ട് അത് മരിച്ചു. അപ്പോൾ അതിൻ്റെ ഓണർ ഒരു ലേഡി ആയിരുന്നു. അവരതിനെ എടുത്ത് വെച്ചിട്ട് കരയുന്ന ഒരു കാഴ്ച, അത് ഭയങ്കര എനിക്കൊരു വിഷമം ഉണ്ടാക്കിയൊരു കാഴ്ചയായിരുന്നു. കാരണം നായയ്ക്ക് നമ്മൾ അത്രയും സ്നേഹത്തോടെ വളർത്തുന്നതാണ്. അപ്പോൾ ഇത് പാമ്പ് ബൈറ്റ് ചെയ്ത് അത് വലിയ സൈസുള്ള പാമ്പായിരുന്നു. അപ്പോൾ ഈ നായ്ക്കും പൊക്കം കുറവാണ്. അപ്പോൾ ഇത് പത്തി വിടർത്തി നിന്ന് ആ ഒരു ഹൈറ്റേ ഉള്ളൂ ആ നായ്ക്ക്. അപ്പോൾ അത് മുന്നിൽ ചെന്ന് നിന്ന് ഇങ്ങനെ കുരച്ചിട്ടുണ്ടാവണം. പട്ടി അങ്ങനെയാണ്, മീൻസ് ഈ പാമ്പ് വന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ഭയങ്കരമായിട്ട് കുരയ്ക്കും. അപ്പോൾ ഈ പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി അങ്ങനെ തന്നെ നിൽക്കും, എത്ര സമയം വേണമെങ്കിലും നിൽക്കും കേട്ടോ. ഏകദേശം 1 മണിക്കൂർ വരെ വേണമെങ്കിൽ ഞങ്ങളങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ വിളിക്കുമ്പം പറയും പട്ടി എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കുരച്ചുകൊണ്ട് നിൽക്കുവാണ്, അതുകൊണ്ട് പത്തി വിടർത്തി നിൽക്കും. അപ്പോൾ നമ്മൾ പറയും അങ്ങനെ തന്നെ നിന്നോട്ടെ, കുഴപ്പമില്ല, അടുത്തോട്ട് പോവാതിരുന്നാൽ മതി, അങ്ങനെ തന്നെ നിൽക്കും എന്ന് പറയും. അടുത്തോട്ട് വരുമ്പോൾ ഇത് ബൈറ്റ് ചെയ്യും. അതിനെ അതുപോലെയായിരുന്നു, ഈ മൂക്കിൻ്റെ ഭാഗത്തായിരുന്നു ബൈറ്റ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ഹൈറ്റ് അത്രേ ഉള്ളൂ ആ പട്ടിക്ക്. അപ്പോൾ അങ്ങനെയാണ് അത് മരിച്ചു പോയത്. പക്ഷെ പൂച്ച അങ്ങനെയല്ല. പൂച്ച ഇതിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ്. കാരണം പൂച്ചയ്ക്ക് അതിൻ്റെ ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് പാമ്പിനേക്കാൾ വേഗത വിത്തിൽ പൂച്ചയ്ക്ക് വരും. അപ്പോൾ അണലി ഇപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസം മുമ്പ് വായിച്ചു, നമ്മുടെ തന്നെ ഒരു റെസ്ക്യൂറാണ് ആറ്റിങ്ങൽ ഭാഗത്ത് അണലി ഉണ്ടെന്ന് പറഞ്ഞ് റെസ്ക്യൂ ചെയ്യാൻ പോയപ്പോൾ ഒരു 8 അണലിയുടെ കുഞ്ഞുങ്ങളെ പൂച്ചയും പൂച്ചയുടെ പിള്ളേരും കൂടി ചേർന്ന് കടിച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ട്. പൂച്ചയ്ക്കത് പറ്റും. പൂച്ച മാത്രമാണ് ശരിക്കും അണലിയുടെ ഒരു വലിയൊരു ശത്രു എന്ന് പറയുന്നത്. കാരണം നമുക്ക് പോലും അണലിയെ കുറച്ച് പേടിയാണ്. കാരണം അണലി എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ പൂച്ചയ്ക്ക് വളരെ ഫാസ്റ്റായിട്ട് അത് അറിയാൻ പറ്റും. അണലി ചാടിക്കടിക്കും എന്ന് അണലി മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും പൂച്ച ചാടി മാറും. അതുകൊണ്ട് പൂച്ചയെ പാമ്പ് കടിച്ച് മരിക്കുന്നത് കുറവാണ്. പക്ഷേ പട്ടിയെ കടിച്ച് ഒരുപാട് മരണം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ നമുക്ക് പൂച്ചയെ ഒരു പാമ്പിനെ പ്രതിരോധിക്കാവുന്ന രീതിയിൽ വളർത്തുകയാണെങ്കിൽ, പൂച്ചയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് യജമാനെ കാണിക്കാൻ പാമ്പിനെ പിടിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അത് പ്രായോഗികമാണ്. അത് യജമാനെ കാണിക്കാൻ പിടിച്ചുകൊണ്ട് വരുന്നതല്ല, പൂച്ചയുടെ ഒരു സ്വഭാവം അറിയില്ല. പൂച്ച ഒരു എലിയെ കണ്ടാലും പാറ്റയെ കണ്ടാലും ഒരു പാമ്പിനെ കണ്ടാലും ആദ്യം ഇത് ചെയ്യുന്നത് പോയിരുന്ന് ഇങ്ങനെ വീക്ഷിച്ചിട്ട് അതിനൊന്ന് തട്ടിക്കളിക്കും. ഇത് ആദ്യമേ പിടിച്ച് കടിച്ചു കൊല്ലുകയല്ല ചെയ്യുന്നത്. അതിന് കുറച്ച് സമയം അതിനായിട്ട് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ച് കുറേ കഴിഞ്ഞ് അവസാനം ഇത് തന്നെ അങ്ങ് ക്ഷീണിതനായി അതെങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട് പോയാൽ മതി എന്നുള്ളൊരവസ്ഥയിലൊക്കെ ആയിരിക്കും ഇതിനെ കടിച്ചു കൊല്ലുന്നത്. പക്ഷെ ഇത് ചിലപ്പോൾ ജീവനൊക്കെ കാണും. ഇതിനെടുത്ത് നമ്മുടെ വീടിനകത്ത് കട്ടിലൊക്കെ കൊണ്ട് വച്ച് കളയും. അങ്ങനെ ഒരു പരിപാടിയും കൂടെ പൂച്ച കാണിക്കും. അതുകൊണ്ട് നമുക്ക് അത്രത്തോളം ആ ഒരു കാര്യത്തിൽ പൂച്ചയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതുപോലെ എടുത്തുകൊണ്ട് വരും, അത് പാമ്പിനെയൊക്കെ എടുത്ത് വീട്ടിനകത്തേക്ക് കൊണ്ടുവരും. പക്ഷേ അല്ലാത്ത കാര്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ നായി അതുപോലെയാണ്, നമുക്ക് കാണിച്ചു തരും. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു പാമ്പ് ഇങ്ങോട്ട് കയറി വന്നു, അത് അതിൻ്റെ അടിയിൽ എവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കറക്റ്റ് അവിടെ നിന്ന് കുറച്ചത് കാണിച്ചു തരും. അതിൻ്റെ ഒരു സ്മെല്ല് വല്ലതും അതിന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അതങ്ങനെ കാണിച്ചു തരാറുണ്ട്. ഇപ്പോൾ സാധാരണ ഈ പറമ്പുകളിലൊക്കെ, വലിയ പറമ്പുകളിലൊക്കെ ഇപ്പോൾ മയിലുകളെ തുടർച്ചയായി നമ്മൾ നാടുകളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മയിലുകളെ കാണുന്നുണ്ട്. അതുപോലെ ഈ ഉപ്പൻ, പാമ്പിനെയൊക്കെ പിടിക്കുന്ന ജീവികളാണ്. ഉപ്പൻ, മയിൽ, അങ്ങനെയുള്ള ജീവികളൊക്കെ കാര്യമായി ഇപ്പോൾ കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സാന്നിധ്യത്തിൽ പാമ്പിൻ്റെ ഒരു പെരുകി വളരുന്നൊരു സാഹചര്യം കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത് അനുഭവത്തിൽ, നാട്ടിലിറങ്ങുന്നത്? അതെ, മയിൽ ശരിക്കും പാമ്പിനെ പിടിക്കുന്ന ആളാണ് മയിലെന്ന് പറയുന്നത്. മയിലൊക്കെ ഇപ്പോൾ ഉണ്ട്, ശരിക്കും പഴയതുപോലെയൊന്നും അല്ല. ഉള്ളതിനേക്കാൾ കൂടുതൽ ജീവികളെല്ലാം ഇപ്പോൾ നാട്ടുപുറങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ മയിലുണ്ട്, മൂങ്ങ, ഇതെല്ലാം പാമ്പിനെ പിടിക്കുന്ന ജീവികളാണ്. എന്നിരുന്നാലും അങ്ങനെ എണ്ണം അധികം കുറയുന്നില്ല, ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ പാമ്പുകളുടെ കണക്കായിട്ടൊന്നും നമ്മളിതുവരെ അങ്ങനെ എടുത്തൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ ഉണ്ട്. കൂടുതൽ ഇത് ചെയ്യുകയാണെങ്കിൽ പാമ്പുകളുടെ കടിയേൽക്കാതിരിക്കുക എന്നുള്ളതൊരു പ്രഥമമായ കാര്യമാണ്. കടിയേൽക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കടിയേറ്റാൽ എന്ത് ചെയ്യണം?
പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ ചെയ്യേണ്ടത് എന്തുവാണ്, നമ്മളൊരിക്കലും ആഗ്രഹിക്കില്ല ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടാവണം എന്ന് നമ്മളൊരിക്കലും ആഗ്രഹിക്കില്ല. കാരണം അതൊരു ചെറിയ കാര്യമല്ല. സ്നേക്ക് ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനെ തന്നെ നഷ്ടപ്പെടുത്താം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്നേക്ക് ബൈറ്റ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവയർനെസ് ഒക്കെ കൊടുക്കുമ്പോഴും പറയുന്നത്. ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ. കാരണം ഉണ്ടായാൽ തന്നെ ആൻറ്റിവെനം കൊടുക്കുന്നത് പോലും നമ്മുടെ ബോഡിക്ക് യാതൊരു ആവശ്യമില്ലാത്തൊരു സാധനമാണ്. പക്ഷെ നമുക്കപ്പോൾ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടൊരു സ്നേക്ക് ബൈറ്റ് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ പറയുന്നു. ഇനി ഉണ്ടാവാതിരിക്കാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെന്താണ്, നമ്മുടെ നിർദ്ദേശങ്ങൾ, നമ്മൾ വീട് വൃത്തിയാക്കി ഇടുക തുടങ്ങി നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി ഇടുക. വെള്ളം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ കിണറിന് ചുറ്റും പൈപ്പ് വച്ചേക്കുന്നതിൻ്റെ മൂടുകൾ, ചെടി വളർത്തുന്ന ചെടിച്ചട്ടികൾ, ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, വീടിനോട് ചേർന്ന് എന്തുവാണ് മരത്തിൻ്റെ ചില്ലകൾ വീണ് കിടക്കാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ബൊഗെയിൻവില്ല പോലെയുള്ള ക്രീപ്പേഴ്സൊക്കെ നമ്മൾ വളർത്തിയിടാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒഴിവാക്കണം. അല്ലെങ്കിൽ ചെറിയ പ്രൂണിങ്ങൊക്കെ നടത്തി ഒരു ഭംഗിയായിട്ടൊക്കെ നിർത്തണം. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം. പിന്നെ ബാത്റൂം പോലെയുള്ള അടുക്കള പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്ന, മലിനജലം ഒഴുകി പോകുന്ന പൈപ്പുകൾ, അതിൻ്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് കുറച്ച് ദൂരെ മാറി എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പോൾ അങ്ങനെ ടാങ്കിനകത്തോട്ടൊന്നും അധികം എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യാറില്ല. പുറത്തോട്ടൊക്കെ ആയിരിക്കും ഒഴുകി കളയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഓപ്പണിങ്ങൊക്കെ ഒന്ന് നെറ്റ് പോലെ വെള്ളം മാത്രം പോകാൻ കണക്കാക്കിയിട്ട് നെറ്റ് പോലെയുള്ളവ വെച്ച് ക്ലോസ് ചെയ്ത് വയ്ക്കണം. പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ പോലെയുള്ള തണുപ്പുള്ള സ്ഥലങ്ങൾ, വാഷിംഗ് മെഷീനൊക്കെ പുറത്ത് വയ്ക്കുന്ന അതിലും ഇതുപോലെ ട്യൂബുകളൊക്കെ ഉണ്ട് വെള്ളം പോകുന്ന. അപ്പോൾ അത്തരത്തിലുള്ള ഇതും ഇതുപോലെ നെറ്റ് എന്തെങ്കിലും വെച്ച് അടച്ച് വയ്ക്കണം. ഫുഡിൻ്റെ വേസ്റ്റ്, നമ്മൾ അടുക്കളയിൽ നിന്ന് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ, അത് കഴിക്കാൻ വേണ്ടി എലി വരും. എലിയെ പിടിക്കാൻ ഉറപ്പായിട്ടും ചിലപ്പോൾ പുറകെ പാമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാമ്പ് വരാതിരിക്കാനുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ നമ്മൾ ആദ്യം പാലിക്കണം. അതാണ് സ്നേക്ക് ബൈറ്റ് ഉണ്ടാവാതിരിക്കാൻ. രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ്, നമ്മൾ ടോർച്ച് ലൈറ്റ് ഉറപ്പായിട്ട് ഉപയോഗിക്കണം. കാരണം നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ സ്റ്റെപ്പിന് താഴെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് അപ്പോഴത്തെ ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് ബൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ നല്ല വെളിച്ചമുള്ള ടോർച്ച് ലൈറ്റ് ഉറപ്പായിട്ട് ഉപയോഗിക്കണം. ലൈറ്റ് എന്തെങ്കിലും ഇട്ടിട്ട് പോകണം. പിന്നെ കോഴിയൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മൂർഖൻ പാമ്പൊക്കെ കൂടുതലും മുട്ട വിഴുങ്ങാൻ വേണ്ടിയിട്ട് കോഴിക്കൂടിനകത്ത് ഒരുപാട് നമ്മളങ്ങനെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കാതെ, ഇതിപ്പോൾ ഒരു കോഴിക്കൂടിനകത്ത് കയറി ഒരു മുട്ട വിഴുങ്ങിയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൂട് തുറന്ന് മുട്ടയെടുക്കാൻ വേണ്ടി കൈയിടുമ്പോഴായിരിക്കും ചിലപ്പോൾ ബൈറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം സാഹചര്യം അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഒത്തിരി അങ്ങനെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് കോഴിക്കൂടിനകത്ത് നിന്ന്. അതുപോലെ വളർത്തു പക്ഷികൾ, നമ്മുടെ ലവ് ബേർഡ്സ് പോലെയുള്ള പക്ഷികളെ വളർത്തുന്ന ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ അതിൽ കയറി വരാൻ സാധ്യത കൂടുതൽ. കൂടുതലും ചേരയും മൂർഖനും. അണലി അങ്ങനെ ഈ പക്ഷികളെയൊന്നും പിടിക്കാൻ അധികം കയറാറില്ല. അപ്പോൾ അത് ഇതുപോലെ അതിൻ്റെ ഹൈറ്റിലാണ് വെച്ചേക്കുന്നതെങ്കിൽ താഴെ ഭാഗത്ത് നെറ്റ് വല്ലതും വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഇതുവഴി എനിക്ക് മുകളിൽ കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അത് പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ. ഇനി പാമ്പ് കടി ഏറ്റാൽ, ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായി, നമ്മൾ ലൈവായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരാൾക്ക് ഒരു കടിയുണ്ടായി, നമ്മൾ കണ്ടു ബൈറ്റ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത്, നമ്മൾ ഫസ്റ്റ് എയ്ഡുകളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും പലരും. പക്ഷേ ഫസ്റ്റ് എയ്ഡ് ഇല്ല, നമുക്ക് ഫസ്റ്റ് എയ്ഡിൻ്റെ ആവശ്യമില്ല. കാരണം സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് ചെയ്ത് നമുക്ക് നമുക്കൊരു അറ്റാക്ക് പോലെ വന്നാൽ തന്നെ പെട്ടെന്ന് CPR കൊടുക്കുന്ന പോലെ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആളിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക. നമുക്ക് പറഞ്ഞ് ഭയപ്പെടുത്തരുത്, പേടിപ്പിക്കരുത്. അങ്ങനെ പേടിപ്പിക്കാതെ കുഴപ്പമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞ് ഒരു സമാധാനിപ്പിച്ചാൽ മതി. ആളിനെ ഒന്ന് സമാധാനിപ്പിക്കുക. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനിടയിൽ നമ്മൾ വേറെ ഒരു കാര്യവും ചിന്തിക്കരുത്. ആളിന് ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റൽ എവിടെയാണ്? നമുക്ക് അത്യാവശ്യം ഹോസ്പിറ്റലുകളെല്ലാം ആൻറ്റിവെനം ഉണ്ട്. ഇപ്പോൾ ചിറയൻകീഴ് ഹോസ്പിറ്റലിലും ആൻറ്റിവെനം ഉണ്ടായിരുന്നു, അവർ ചെയ്തില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആൻറ്റിവെനം ഉണ്ട് അത്യാവശ്യം ഹോസ്പിറ്റലുകളിലെല്ലാം. സർക്കാർ ആശുപത്രികളിലെല്ലാം ആൻറ്റിവെനം ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഉണ്ട് നമുക്ക് ആൻറ്റിവെനം. അപ്പോൾ ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റൽ ഏതാണോ, ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണോ അവിടേക്ക് ആളിനെ കൊണ്ടുപോകണം. അതിപ്പോൾ ആംബുലൻസിൽ കിടന്ന് തന്നെ പോകണം എന്നില്ല. പിന്നെ അധികം നടത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു മീൻസ് അത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൂടുന്നതിനനുസരിച്ച് ഈ വെനം നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണൊന്ന് റിലാക്സ് ചെയ്യിപ്പിച്ച് വളരെ ശാന്തമായി എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ കുഴപ്പമില്ല. ബൈക്കിലാണെങ്കിലോ കാറിലാണെങ്കിലോ ഒന്ന് ഹോൾഡ് ചെയ്യാൻ ഒരാൾ വേണമെന്നേ ഉള്ളൂ. കാരണം പല ലക്ഷണങ്ങളും ഉണ്ടാവാം.
അപ്പോൾ ആളിനെ കൊണ്ടുപോവുക. അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മീൻസ് നമ്മൾ എല്ലാ എല്ലാ ചാനലിലൊക്കെ നമ്മൾ പറയുന്നതാണ്, ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ അവറാണ്. നമുക്ക് സ്നേക്ക് ബൈറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സമയമാണ്. ടൈം എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ 1 മണിക്കൂർ ഈ ഗോൾഡൻ അവറിനുള്ളിൽ ആളിനെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൾ രക്ഷപ്പെടും. ഒരു 90-95% വരെയൊക്കെ ആൾ രക്ഷപ്പെടും. നമുക്ക് തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട്. നമ്മുടെ റെസ്ക്യൂസിനൊക്കെ ബൈറ്റ് കിട്ടി ഇങ്ങനെ കൊണ്ടുപോയി രക്ഷപ്പെട്ട ഒരുപാട് കേസുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ആളെ ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ ഈ എത്രയും വേഗം ആളിനെ അവിടെ എത്തിക്കണം എന്നുള്ളതാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറാണ് ശരിക്കും നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ് നോക്കിയിട്ടാണ് ശരിക്കും എന്താണ് വെനമസ് ആണോ നോൺ വെനമസ് ആണോ എന്ന് തിരിച്ചറിയുന്നത്. കാരണം ഇപ്പോൾ ചേരയാണോ കടിച്ചത് അണലിയാണോ കടിച്ചതെന്ന് ചിലപ്പോൾ കിട്ടിയ ആൾക്കറിയില്ലായിരിക്കും. നമുക്ക് കിടക്കണമെന്നില്ല പാമ്പ് അവിടെ. അണലിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ കിടക്കും. ചേരയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കടിച്ചിട്ടങ്ങ് പോകും, കിടക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് അറിയുന്നത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ്. ആ ഒരു ടൈമൊക്കെ കിട്ടും. നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് അവിടെ എത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം കിട്ടും. പിന്നെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്, അതിപ്പോൾ നമുക്ക് വെനമസ് ആയിട്ടുള്ള സ്നേക്സ് എന്ന് പറയുന്നത് കിങ് കോബ്ര, സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന നമ്മുടെ മൂർഖം പാമ്പ്, റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലി, കോമൺ ക്രേറ്റ് എന്ന് പറയുന്ന വെള്ളിക്കെട്ടൻ, സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയുന്ന ഈർച്ചവാളൻ ശൽക്കാണലി. ഇവർ 5 പേരാണ്. ഇതിൽ കിങ് കോബ്ര നമ്മൾ കൂട്ടാറില്ല. കാരണം കിങ് കോബ്രയുടെ ബൈറ്റ് കുറവാണ്, അധികം പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. മൂർഖമാവിനെ പോലെ നമ്മൾ സാധാരണ കാണുന്നില്ല. പിന്നെ ആൻറ്റിവെനം ഇന്ത്യയിൽ ലഭ്യമല്ല കിങ് കോബ്രയുടേത്. അപ്പോൾ ബാക്കി 4 പേര്, ഇവർ 4 പേരെ ബിഗ് 4 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർ 4 പേരുടെ ബൈറ്റ് ഉണ്ടായാലും ഒരു സാധനം തന്നെയാണ് ഈ ആൻറ്റിവെനമായിട്ട് കൊടുക്കുന്നത്. പോളിവെനമാണ് ശരിക്കും ആൻറ്റിവെനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാമ്പിനെ തല്ലിക്കൊന്ന് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തിട്ട് ഈ 4 ഏത് പാമ്പാണെങ്കിൽ അതിൽ ഈർച്ചവാളൻ ശൽക്കാണലി എന്ന് പറയുന്ന പാമ്പ് നമുക്ക് കുറവാണ്. അത് നമ്മളൊന്നും അധികം അങ്ങനെ റെസ്ക്യൂ ചെയ്തിട്ടില്ല. ഒരെണ്ണവും കണ്ട കിട്ടിയിട്ടേ ഉള്ളൂ ഒരിക്കലും. അല്ലാതെ നമുക്കതങ്ങനെ കിട്ടാറില്ല. നമുക്കറിയാം ഗ്രൂപ്പിലൊന്നും ആർക്കും അങ്ങനെ കിട്ടിയെന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ മൂർഖൻ, അണലി, വെള്ളിക്കെട്ട ഇവർ 3 പേരുമാണ് നമുക്കിപ്പോൾ ഏറ്റവും പേടിക്കേണ്ട 3 പാമ്പുകൾ. ഏറ്റവും കൂടുതൽ മൂർഖനാണ്. അണലി അതൊന്നും ഇപ്പോൾ അത്യാവശ്യമൊക്കെ കാണുന്നുണ്ട്. വെള്ളിക്കെട്ടൻ അതിലും കുറവാണ് ശരിക്കും. അപ്പോൾ ഇവർ 3-ൽ മൂർഖനും ക്രേറ്റും വെള്ളിക്കെട്ടനും രണ്ടും ന്യൂറോടോക്സിക്കാണ്. അണലി എന്ന് പറയുന്നത് ഹീമോടോക്സിക്കാണ്. അപ്പോൾ മൂർഖനോ ക്രേറ്റോ കടിച്ചു കഴിഞ്ഞുള്ള പ്രത്യേകത, മൂർഖൻ കടിച്ചാൽ അറിയാൻ പറ്റും, അതിൻ്റെ ബൈറ്റ് വേദന ഉണ്ടാവും, നമുക്കറിയാൻ പറ്റും. പക്ഷേ ക്രേറ്റിൻ്റെ പ്രത്യേകത, ക്രേറ്റിൻ്റെത് വളരെ കുഞ്ഞു പല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ബൈറ്റ് നമുക്കറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ബൈറ്റ് ഉണ്ടായാൽ ആ ഉറക്കത്തിൽ തന്നെ ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകും, നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഒരു തലച്ചോറിലാണ് വെനം അഫക്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു പാരാലിസിസ് പോലെ വരും, മസിൽസ് എല്ലാം മുറുകി വലിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നിയാൽ പോലും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ, അങ്ങനെ ഒരു ഇത് വരും. പിന്നെ നമുക്ക് എന്ത് വേണം, കൺപോളകളിങ്ങനെ അടഞ്ഞു പോകും, നമുക്ക് തുറന്ന് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ അടഞ്ഞടഞ്ഞു പോകും. റെസ്പിറേറ്ററി പ്രശ്നം, നമുക്ക് ശ്വസിക്കാനുള്ള പ്രശ്നം, ശ്വാസതടസ്സം ഉണ്ടാവും. സംസാരിക്കണം എന്ന് തോന്നും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, സൗണ്ട് പുറത്തേക്ക് വരില്ല. പിന്നെ വോമിറ്റ് ചെയ്യും. ഇത് കുറേ കഴിയുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. വോമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, പിന്നെ ആളങ്ങ് ബോധം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, അൺകോൺഷ്യസ് ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അണലിയാണെങ്കിൽ ഇതിലും ഭീകരമാണ്. നമ്മുടെ ശരിക്കും ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ ബ്ലഡ് വരും, ഈ രോമകൂപങ്ങളിൽ നിന്ന് പോലും ബ്ലഡ് വരും. പക്ഷേ അതും അണലിയുടേതും നമ്മൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആൻറ്റിവെനം ചെയ്താലേ രക്ഷപ്പെടും. ഇപ്പോൾ ഈ മഴക്കാലത്ത് 2018 പ്രളയം ഉണ്ടായപ്പോൾ പ്രളയത്തിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പാമ്പ് പുറത്തേക്ക് വരുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് പ്രിക്കോഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുക? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അറിയിച്ചാൽ വനം വകുപ്പ് സജ്ജരാണ്. ഞങ്ങൾക്ക് കേരളത്തിൽ ഏകദേശം 4000-ഓളം 3500-ലധികം ലൈസൻസ്ഡ് വോളണ്ടിയേഴ്സ് ഉണ്ട്. നമ്മുടെ സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്, സർക്കാരിൻ്റെ വനം വകുപ്പുമായി ചേർന്നിട്ടുള്ള സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ 108 വിളിക്കുക എന്നുള്ളത് എല്ലാ ആൾക്കാരും അവെയറാണ്, അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ സർപ്പയുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിടണം. അതിൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റെസ്ക്യൂറിൻ്റെ നമ്പേഴ്സുണ്ട്, ആൻറ്റിവെനമുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്, പാമ്പ് വെനമസ് ചെയ്താ നോൺ വെനമസ് ചെയ്താന്നുള്ള പാമ്പുകളുടെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം A to Z കാര്യങ്ങളും ഈ സർപ്പയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്.
അപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുത്തിട്ട് നമുക്ക് ആളിനെ വേണമെങ്കിൽ വിളിച്ച് വരുത്തി നമുക്ക് അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് മാറ്റിത്തരും, സേഫായിട്ട് മാറ്റിത്തരും. പക്ഷേ നമ്മളുടെ ഒരു നിരീക്ഷണം ഉറപ്പായിട്ടും പാമ്പിൻ്റെ പുറത്ത് ഉണ്ടാവണം. നമ്മൾ ഒന്ന് നോക്കണം ഇതെവിടെയാണ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഉറപ്പായിട്ടും ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു മാം. എന്തായാലും ഈ പാമ്പിൻ്റെ ഒരു ഭീഷണി അത് അത്ര കണ്ട് ഭയക്കേണ്ട ഒരു സാഹചര്യമില്ല. മുൻകരുതലാണ് ഏത് ദുരന്തങ്ങളും പ്രതിരോധിക്കാനുള്ള അടിസ്ഥാന തത്വം. അതുതന്നെയാണ് സ്നേക്ക് റെസ്ക്യൂവറായ റോഷ്നിയും നമ്മളോട് പറയുന്നത്.